UDF എപ്പോഴൊക്കെ കേരളത്തിൽ ഭരണത്തിൽ വന്നോ അപ്പോഴൊക്കെ അവർക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ് പവർ കട്ട്. പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന നാളെ ഒരു മാസം തികയാനിരിക്കെ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുന്നു എന്ന വാർത്തയാണ് പ്രിയ പ്രേക്ഷകരെ നമ്മളെ തേടിയെത്തുന്നത്. ഈ മാസം 30 വരെയാണ് നിയന്ത്രണമുള്ളത്. LDF 10 വർഷം കേരളത്തിൽ ഭരിച്ചപ്പോഴും ഏകദേശം ലാസ്റ്റ് ഒരു 6 മാസമാണ് പവർ കട്ട് ജനങ്ങൾ നേരിടേണ്ടി വന്നത്. നമുക്കറിയാം, നേരത്തെ ഈ സർക്കാരിന്റെ മുൻ സർക്കാരിന്റെ അവസാന കാലത്ത് ഈ ഒരു പ്രതിസന്ധി, വലിയ ചൂടൊക്കെ കൂടിയ സമയത്ത് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയ ആളുകളാണ് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത്. സ്വാഭാവികമായും അതൊരു രാഷ്ട്രീയ വിഷയമായി തന്നെ മാറുകയും ചെയ്യും. കഴിഞ്ഞ UDF സർക്കാർ കാലത്തെല്ലാം 1 മണിക്കൂർ അരമണിക്കൂറെല്ലാം പവർ കട്ട് നമ്മൾ നേരിട്ടിരുന്നു. ഇനി അവർ വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ ഇതേ പാത വീണ്ടും പിന്തുടരുകയാണ്. അത് രാത്രി 11 മണിക്കൊക്കെയാണ് അരമണിക്കൂർ പവർ കട്ട്. ഇനി ഇവരുടെ ബയോയിലുള്ള റൂളാണോ ഇവർ അധികാരത്തിലിരിക്കുമ്പോൾ ജനങ്ങളെ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഇരുട്ടിലാക്കാമെന്ന്? അരമണിക്കൂറാണോ, എങ്ങനെയാണ് ആ നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നുള്ളത് ഇപ്പോൾ KSEB പറയുന്നില്ല. ഇപ്പോൾ പലയിടത്തു നിന്നും പരാതികളായി അപ്രഖ്യാപിത പവർ കട്ട് പലയിടങ്ങളിലും ഇപ്പോൾ തന്നെ ഉണ്ട് എന്ന പരാതി വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. UDFന്റെ ഭരണത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ് പവർ കട്ട്. ഇതെന്ന് പറയുന്നത് ഒരു അമ്മ പെറ്റ മക്കളാണ് പവർ കട്ടും നമ്മുടെ UDF ഗവൺമെന്റ്.